ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോസൈക്കോളജിയിലെ അവസാനത്തെ ബ്ലോക്കിലെ അവസാനത്തെ ചാപ്റ്ററാണ് ദ എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റവും അതുപോലെ നെർവസ് സിസ്റ്റവും കൂടിയാണ് നമുക്ക് ഹോമിയോസ്റ്റേസിസ് അഥവാ എല്ലാ കാര്യങ്ങളും നോർമലായിക്കൊണ്ട് ഒരു നല്ലൊരു ജീവിതം കൊണ്ടുപോകുന്നതിന് നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ ഈ എൻഡോക്രൈൻ സിസ്റ്റം ഒരുപാട് ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രന്ഥികൾ ഏതൊക്കെയാണ്, ആ ഗ്ലാൻസുകൾ ഏതൊക്കെയാണ്, പിന്നെ അതിൽ നിന്ന് വരുന്ന ഹോർമോൺസുകൾ ഏതൊക്കെയാണ്, അത് നമ്മുടെ ബോഡി ഫങ്ഷനെ അതുപോലെ നമ്മുടെ ബിഹേവിയറിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ ഈ ഹോർമോൺസ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകും, അതുപോലെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിക്കൊണ്ട് നമുക്ക് ഹോർമോണിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം എൻഡോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്തസ്രാവി ഗ്രന്ഥികൾ എന്നാണ്. അഥവാ ഇവ ഒരുപാട് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. എന്നിട്ട് ഇവ നേരിട്ട് രക്തത്തിലൂടെ അതിൻ്റെ ടാർഗറ്റ് സെൽസ് ഏതൊക്കെ ഭാഗങ്ങളാണോ അവിടേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻഡോക്രൈൻ്റെ പ്രത്യേകത. അഥവാ ഇതിന് പ്രത്യേകിച്ചൊരു നാഡി ഉണ്ടാവില്ല, സഞ്ചരിക്കാൻ പ്രത്യേകിച്ചൊരു നാഡി ഉണ്ടാവില്ല, നേരിട്ട് രക്തത്തിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്കൊരു എക്സ്ട്രോക്രൈൻ സിസ്റ്റം കൂടിയുണ്ട്. എന്നാൽ അത് അതിൻ്റെ രാസപദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നത് കുഴലുകൾ വഴിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ വിയർപ്പ്, വിയർപ്പ് ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി, ഇതൊക്കെ എക്സ്ട്രോക്രൈൻ ഗ്ലാൻസുകളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രോക്രൈൻ ഗ്ലാൻസും ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻസും ഉണ്ട്, അതുപോലെ മിക്സ്ഡ് ക്രിസ് ഉണ്ട്. അപ്പോൾ മിക്സ്ഡ് ഗ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നേരിട്ട് രക്തത്തിലേക്ക് രാസപദാർത്ഥങ്ങളെ ഹോർമോണുകളെ കൈമാറ്റം ചെയ്യുന്നവയും ഉണ്ടാവും, അതുപോലെ കുഴലുകളിലൂടെ രാസപദാർത്ഥങ്ങളെ കൈമാറ്റം ചെയ്യുന്നവയും ഉണ്ട്. മിക്സ്ഡ് ആയിട്ടേക്കാരം, രണ്ടും പാടെ കൂടിയിട്ടായിരിക്കും. അപ്പോൾ ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസിനെയാണ് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഹോർമോൺസിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്, അതായത് ഇവിടെയുള്ള പ്രോസസ്സ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഹോർമോൺസിനെ പുറപ്പെടുവിക്കുന്ന ഒരുപാട് ഗ്ലാൻസുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അവ ഏതൊക്കെയാണ് എന്നാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഓരോ ഗ്ലാൻസിനെ കുറിച്ചും നമുക്ക് വിശദമായി കൊണ്ട് തന്നെ അത് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസുകൾ എന്തൊക്കെയാണ്, പിന്നെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഗ്ലാൻസുകൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവകൾ നമ്മുടെ ഒരുപാട് മെറ്റാബോളിസം, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മൂഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്സ് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഭക്ഷണം, ഒരു ബർഗർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടി. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ പാൻക്രിയാസിലേക്ക് എത്തുകയും, അപ്പോൾ പാൻക്രിയാസ് ആ രക്തത്തിലുള്ള ഓവറായിട്ടുള്ള ഗ്ലൂക്കോസിനെ വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ കരളിലേക്കും അതുപോലെ മറ്റു പേശി ഭാഗങ്ങളിലേക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് പിന്നീട് ബ്ലഡിൽ ഗ്ലൂക്കോസ് കുറയുന്ന സമയത്ത് ഈ പാൻക്രിയാസിലേക്ക് ആ ഇൻഫർമേഷൻ എത്തുകയും എന്നിട്ട് അതിനെ പഴയ രീതിയിലേക്ക് ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്, നമ്മുടെ ഹോർമോൺസ് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ട്രോപ്പിക് ഹോർമോൺസ്, അതുപോലെ നോൺ ട്രോപ്പിക് ഹോർമോൺസ്. ട്രോപ്പിക് ഹോർമോണിൻ്റെ പ്രത്യേകത, അത് മറ്റുള്ള ഹോർമോണുകളെ കൺട്രോൾ ചെയ്യുന്നു. നോൺ ട്രോപ്പിക് ഹോർമോൺസ് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലാൻസുകളല്ല, മറിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. ഇനി ആ ഹോർമോൺസിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ വെച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടി നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. സ്റ്റിറോയിഡ് ഹോർമോൺസ്, പിന്നെ നോൺ സ്റ്റിറോയിഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഹോർമോൺസ് എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇതിൽ സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെയും അതുപോലെ നോൺ സ്റ്റിറോയിഡ് ഹോർമോൺസിൻ്റെയും ഇടയിൽ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആണ് എന്ന് കാണാം. ഇനി നമുക്ക് വിശദമായിട്ട് ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നോ. ഇതിൽ ആദ്യമായി പറയാനുള്ളത്, നമ്മുടെ ഒരു ബയോളജിക്കൽ പ്രോസസ്സിലും ഈ ഹോർമോൺസ് ഇടപെടുന്നില്ല, മറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ് ഈ ഹോർമോൺസ് ഇടപെടുന്നത്.
അപ്പോൾ ഇങ്ങനെ ഹോർമോൺ ആക്റ്റീവ് ആകാനോ ഒന്നല്ലെങ്കിൽ ഉള്ളിൽ നിന്നുള്ള എന്തെങ്കിലും സ്റ്റിമുലസോ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിൽ നിന്നുള്ള എന്തെങ്കിലും സ്റ്റിമുലസോ കാരണം ഇത് ആക്ടിവേറ്റ് ആവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ലോ ആയിട്ടാണ് ഇത് നമ്മുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രവർത്തന രീതി വ്യത്യസ്ത ടൈം പീരീഡുകളിലാണ്. അതായത് ചില ഹോർമോൺസ് 24 ഹവറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ചില ഹോർമോൺസ് അത് ലൂണാർ സിസ്റ്റത്തെ 28 ഡേയ്സ് സൈക്കിൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ മറ്റ് ചില ഹോർമോൺസ് നമ്മുടെ ബോഡിയുടെ ഇന്റേണലോ അല്ലെങ്കിൽ എക്സ്റ്റേണലോ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കനുസരിച്ചും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അടുത്തത് ഈ ഹോർമോൺസ് മറ്റ് ചില ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോൺസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ആദ്യത്തെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ പരിചയപ്പെടാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് മാസ്റ്റർ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. അതിനുള്ള കാരണം ഇത് മറ്റുള്ള ഗ്ലാൻഡ്സിന്റെ ഉൽപാദനത്തെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതിന് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് മുൻഭാഗം, 2 പിൻഭാഗം. മുൻഭാഗത്തിന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പിൻഭാഗത്തിന് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ മുൻഭാഗത്തിൽ നിന്നും ചില ഹോർമോൺസ് വരുന്നുണ്ട്, അതുപോലെ പിൻഭാഗത്തു നിന്നും ചില ഹോർമോൺസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതുപോലെ ഈ പിറ്റ്യൂട്ടറിയെ നമ്മുടെ ഹൈപ്പോതലാമസുമായി കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഇൻഫണ്ടിബുലം എന്ന് പറയുന്ന ഈ ഭാഗം. അപ്പോൾ ഇനി നമുക്ക് പിറ്റ്യൂട്ടറിയുടെ ഫ്രണ്ട് ഭാഗത്തെ നോക്കാം, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ ഇതിന് അഡിനോ ഹൈപ്പോഫിസിസ് എന്നൊരു പേര് കൂടിയുണ്ട്. ഇതിങ്ങനെ മാസ്റ്റർ ഗ്ലാൻഡ് ആണെങ്കിലും ഇതിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ ഒരു ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. നമ്മൾ ട്രോപ്പിക് ഹോർമോൺ എന്താണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഗ്ലാൻഡിന്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണിനെയാണ് നമ്മൾ ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രോപ്പിക് ഹോർമോണാണ്. അപ്പോൾ ഇത് നമ്മുടെ അഡ്രീനൽ കോർട്ടക്സിനെ കൺട്രോൾ ചെയ്യുന്നു. അഡ്രീനൽ കോർട്ടക്സ് നമ്മൾ ശേഷം പഠിക്കും. നമ്മുടെ വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് ഇത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോണാണ്. ഇനി രണ്ടാമത്തേത് മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സ്കിന്നിലെ മെലനോസൈറ്റ്സിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ മെലനോസൈറ്റ്സ് ആണ് നമ്മുടെ സ്കിന്നിന് ഒരു ഡാർക്ക് നിറം നൽകുന്നത്. ഇനി അടുത്തത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനെയും സഹായിക്കുന്നു. അതുപോലെ അത് നമ്മുടെ തൈറോയ്ഡ് ഹോർമോണായ തൈറോക്സിനെ റിലീസ് ചെയ്യാനും സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ല്യൂട്ടനൈസിങ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ ഇത് സ്ത്രീകളിലെ ഓവറിയിലുള്ള കോർപ്പസ് ലാറ്ററം എന്ന ഭാഗത്തിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇത് സ്ത്രീകളിൽ പ്രൊജസ്റ്ററോൺ ഉൽപാദനം കൂട്ടുന്നതിന് കാരണമാവുന്നു. അതുപോലെ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദിപ്പിക്കുന്നതിനും കാരണമാവുന്നത് ഈ ഒരു ഹോർമോണാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇത് സ്ത്രീകളിൽ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ അണ്ടത്തിന്റെ മെച്ചുറേഷനും ഇത് സഹായിക്കുന്നു. അതുപോലെ പുരുഷന്മാരിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഹോർമോൺ സഹായിക്കുന്നു. ഇനി അടുത്ത ഒന്നാണ് പ്രൊലാക്റ്റിൻ. അപ്പോൾ അത് സ്ത്രീകളിൽ മുലപ്പാൽ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നത് ഈ പ്രൊലാക്റ്റിൻ ആണ്. ഇനി അടുത്തതായിട്ടുള്ളത് ഗ്രോത്ത് ഹോർമോൺ ആണ്. അപ്പോൾ ഈ ഗ്രോത്ത് ഹോർമോൺ റിലീസ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലെ വിവിധ ടിഷ്യൂസുകളുടെയും അതുപോലെ എല്ലിൻ്റെയൊക്കെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഹോർമോണാണ് ഇത്. അപ്പോൾ നമ്മുടെ ഈ വളർച്ചാ കാലഘട്ടത്തിൽ ഈ ഹോർമോൺ ഒരുപാട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണെങ്കിൽ ജൈജാൻറ്റിസം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ്. അഥവാ വളരെ വലിയ വളർച്ച ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ ഗ്രോത്ത് ഹോർമോൺ കൂടുതലായി ഉണ്ടാകുന്ന സമയത്ത് ചില ആളുകളുടെ കൈകൾ, അതുപോലെ കാല്, അതുപോലെ താടിയെല്ല്, മുഖത്തിന്റെ ഷേപ്പ് ഇതൊക്കെ വളരെ കൂടുതലായിട്ട് നീളുന്നതായിട്ട് കാണാൻ കഴിയും. ഈ രോഗാവസ്ഥക്ക് പറയുന്ന പേര് അക്രോമെഗാലി എന്നാണ്. എന്നാൽ ചില ആളുകളിൽ ഈ വളർച്ചാ കാലഘട്ടത്തിൽ ഈ ഹോർമോൺ
ആവശ്യമായതിൽ കുറവ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ട വളർച്ച കിട്ടാതെ പോകുന്നു. അങ്ങനെ അവർ വളരെ കുള്ളന്മാരായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. ഇതിനെയാണ് ഡാർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി അതിനെ കുറിച്ച് നോക്കാം. അത് 2 ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ADH, ആന്റി ഡ്യൂറേറ്റിക് ഹോർമോൺ. അപ്പോൾ ഇതിന് വാസോപ്രസിൻ എന്നൊരു പേരുപാടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ വാട്ടർ കണ്ടന്റ് അത് നിലനിർത്തുന്നു, അതുപോലെ സോഡിയം ലെവൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ വാസോപ്രസിനാണ്. അപ്പോൾ ഈ ADH അല്ലെങ്കിൽ ഈ വാസോപ്രസിൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള അളവ് ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്നൊരു അസുഖത്തിന് കാരണമാകുന്നു. ഈ അസുഖം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ കണ്ടന്റ് നിലനിർത്താൻ കഴിയാതെ വരികയും ഒരുപാട് കൂടുതലായിട്ട് യൂറിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരികയും നമുക്ക് ശക്തമായ രീതിയിലുള്ള ദാഹം അനുഭവപ്പെടുന്നതായിട്ടും കാണാൻ കഴിയും. ഓക്സിറ്റോസിൻ അതൊരു ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം റാപ്പിഡ്, അതുപോലെ ചൈൽഡ് ബർത്ത് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ ഉണ്ടാവുന്ന ലേബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സ്ത്രീകളിൽ സുഖപ്രസവം സാധ്യമാക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ അത് യൂട്ടറിൻ മസിൽസിനെ ലൂസാക്കുകയും അതുവഴി ഒരു സുഖപ്രസവം സാധ്യമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു സ്ത്രീയിൽ ഈ ഓക്സിറ്റോസിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഒരു ചൈൽഡ് ബർത്ത് ഉണ്ടാവുന്നതാണ്. അതുപോലെ ഇത് പാരൻ്റൽ ബിഹേവിയർ, അതുപോലെ സെക്ഷൽ ബിഹേവിയർ എന്നിവയെയും അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഓക്സിറ്റോസിൻ അതുപോലെ വാസോപ്രസിൻ ഇത് നമ്മുടെ സോഷ്യൽ ബിഹേവിയേഴ്സിനെ സ്വാധീനിക്കുമോ എന്ന പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ചിത്രത്തിൽ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും അതുപോലെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെയും ഒരു ഓവർവ്യൂ ആണ് നൽകിയിട്ടുള്ളത്. ഇനി അടുത്തതായി നമുക്ക് നോക്കാൻ ഉള്ളത് ദ അഡ്രീനൽ ഗ്ലാൻഡ്സ്. നമ്മുടെ വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി പോലെ കാണപ്പെടുന്ന ഗ്ലാൻഡുകളാണ് ഇവ. അപ്പോൾ ഇവയ്ക്ക് പുറം ഭാഗവുമുണ്ട്, അതുപോലെ ഉൾഭാഗവുമുണ്ട്. പുറം ഭാഗത്തെ കോട്ടക്സ് എന്നും ഉൾഭാഗത്തെ മെഡുല്ല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ അഡ്രീനൽ കോട്ടക്സ് അതുപോലെ അഡ്രീനൽ മെഡുല്ല 2 ഭാഗങ്ങളാണ് ഈ ഒരു അഡ്രീനൽ ഗ്ലാൻഡിനുള്ളത്. അപ്പോൾ ഈ അഡ്രീനൽ കോട്ടക്സ് 3 ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒന്ന് മിനറലോ കോർട്ടിക്കോയിഡ്, അതുപോലെ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ്, അതുപോലെ ഗൊണാഡോ കോർട്ടിക്കോയിഡ്സ്. ഇത് നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സിൻ്റെ പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന് അൽഡോസ്റ്റിറോൺ അത് നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സിന് ഉദാഹരണം നോക്കാം. അതിനൊരു ഉദാഹരണമാണ് കോർട്ടിസോൾ. അപ്പോൾ ഈ കോർട്ടിസോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള പ്രോട്ടീനിൽ നിന്നും ഫാറ്റിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ അലർജി മൂലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം ഇല്ലായ്മ ചെയ്യാനും ഈ കോർട്ടിസോൾ നമ്മെ സഹായിക്കുന്നു. അപ്പം ഇനി അടുത്തത് ഗൊണോഡോ കോർട്ടിക്കോയിഡ്സ്. ഇത് നമ്മുടെ ചെറിയ രീതിയിലുള്ള സെക്സ് ഹോർമോൺസിനൊക്കെ റിലീസ് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ്. ഇനി അതിനെക്കുറിച്ച് കൂടുതലായി സെക്സ് ഹോർമോൺസിനെ കുറിച്ച് കൂടുതലായിട്ട് ഗൊണാഡ്സ് എന്ന ഗ്ലാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് വിശദമായിട്ട് നോക്കാം. ഇനി അഡ്രീനൽ മെഡുല്ല, ഈ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ഉൾഭാഗത്തെ കുറിച്ച് നോക്കാം. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺസ് ആണ് എപ്പിനെഫ്രിൻ, നോറെപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. അപ്പോൾ ഈ നോറെപ്പിനെഫ്രിൻ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ പ്രസവം കഴിഞ്ഞ് വരുന്ന സമയത്തിലൊക്കെ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഇത് കുത്തിവെക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഇതിനെ സർജിക്കൽ ഹോർമോൺ എന്ന പേരുംപാടെ ഇതിനുണ്ട്. അപ്പോൾ ഈ കോർട്ടിക്കൽ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ അളവിനേക്കാൾ കൂടുന്ന സമയത്ത് കുഷിങ്സ് സിൻഡ്രോം ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അടയാളം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ കൈകളിലും കാലുകളിലും ഫാറ്റ് അടിഞ്ഞു കൂടുന്നതിന് പകരം അത് നമ്മുടെ മുഖത്തും അതുപോലെ വയറ് ഭാഗത്ത് അതുപോലെ ഷോൾഡറിലൊക്കെ അടിഞ്ഞു കൂടുന്നു. അതിനെയാണ് കുഷിങ് സിൻഡ്രോം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മുഖം ഒരു ചന്ദ്രനെ പോലെ, മൂണിനെ പോലെ ആവുന്നു. നമ്മുടെ ശരീരത്തിൽ ആൽഡോസ്റ്റിറോൺ കൂടുന്ന സമയത്ത് ആൽഡോസ്റ്റിറോണിസം ഉണ്ടാവുന്നു. അത് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ റിട്ടൻഷൻ അതിനെ ബാധിക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യം
കുറയുന്നതിന് കാരണമാകുന്നു. അതുവഴി നമ്മുടെ ശരീരം വീക്ക് ആവുകയും ചെയ്യുന്നു. അതുപോലെ ആൻഡ്രോജൻ കൂടുന്ന സമയത്ത് സ്ത്രീകളിൽ ആൻഡ്രോജൻ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് പുരുഷ സ്വഭാവം വരുന്നതായിട്ട് കാണാറുണ്ട്. ഇനി അടുത്തതായിട്ട് ശരീരത്തിൽ മിനറലോ കോർട്ടിക്കോയിഡ് അതുപോലെ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടുന്നു, അതുപോലെ പൊട്ടാസ്യം ലെവൽ കൂട്ടുന്നു, അതുപോലെ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, വെയിറ്റ് കുറയുന്നു. അതുപോലെ ഇത് അഡിസൺസ് ഡിസീസിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായി നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ചെയ്യാവുന്നതാണ്. താങ്ക് യു.